വെനിസ്വേലയുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ സൈനിക നടപടിക്കുള്ള സാധ്യത പരിശോധിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ എത്തിയെന്ന വാർത്ത വരുന്നു. മയക്കുമരുന്ന് സംഘങ്ങളുടെ താവളങ്ങളാണ് ഈ കപ്പൽ ലക്ഷ്യമിടുന്നത്. Trafficking drugs to poison the American people, and we know you're from a designated terrorist organization, you're a foreign terrorist and a trafficker, we will find you and we will kill you. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, ശരിക്കും ഈ മയക്കുമരുന്നിനെതിരായുള്ള പോരാട്ടം ഡൊണാൾഡ് ട്രംപ് കാര്യമായിട്ട് എടുത്തിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളിൽ പോയി ആക്രമിച്ചാലും ഇവരെയൊക്കെ കൊന്നൊടുക്കുമെന്ന തീരുമാനമായി അത് മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷേ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ആഭ്യന്തരമായി കടന്നു കയറുമ്പോൾ എതിർപ്പുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയില്ലേ? എന്താണ് ഒരു അമേരിക്കൻ ജനതയുടെ വികാരം ഈ കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് SKN. അമേരിക്കൻ ജനത ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. കാര്യം അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് എന്നും അമേരിക്കയുടെ ഒരു പ്രശ്നമായിരുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് US മയക്കുമരുന്ന് കടത്തുന്നുവെന്ന് ആരോപിച്ച് കുറഞ്ഞത് 21 കപ്പലുകൾക്കെതിരെയാണ് US സൈന്യം ആക്രമണം നടത്തിയത്. ഈ ആക്രമണങ്ങളിൽ ഈ മയക്കുമരുന്ന് സംഘത്തിലെ കുറഞ്ഞത് ഒരു 80 പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. വെനിസ്വേല കേന്ദ്രീകരിച്ചുള്ള സംഘങ്ങളാണ് ഇതൊക്കെയെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വെനിസ്വേലയ്ക്കുള്ളിൽ കയറി ഈ മയക്കുമരുന്ന് സംഘത്തെ ഇല്ലാതാക്കുവാൻ പെന്റഗൺ പദ്ധതിയിടുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ ആയിട്ട് ഒരു ഡൊണാൾഡ് ട്രംപ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാധ്യതകൾ ചർച്ച ചെയ്തിരുന്നു. അന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തത് ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത്, അതുപോലെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഡാൻ കെയ്നും ഒക്കെയായിരുന്നു. കരയിലൂടെയും അതുപോലെ ആകാശത്തൂടെയും ഒക്കെയുള്ള സംയുക്ത ആക്രമണമാണ് അമേരിക്ക ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. വൈറ്റ് ഹൗസ്, പെന്റഗൺ ഇവരൊന്നും ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവും പറയുന്നില്ല. അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അതേസമയം കരീബിയൻ മേഖലയിൽ US ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ USS ജെറാൾഡ് ഫോർഡ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. SKN ഏതാണ്ട് 4000-ഓളം സൈനികർ ഇതിലുണ്ട്. അത് മാത്രമല്ല ഏതാണ്ട് ഒരു ഡസൻ പോർ വിമാനങ്ങളും ഈ കപ്പലിലുണ്ട്. അതേസമയം വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറ, ഇദ്ദേഹവും ഡൊണാൾഡ് ട്രംപുമായിട്ട് പണ്ട് മുതലേ അത്ര രസത്തിലല്ല. അദ്ദേഹം പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ശൈലിയിലുള്ള എന്നേക്കുമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചഴക്കരുത് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും JD വാൻസും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഒരു രഹസ്യ ചർച്ചയും വൈറ്റ് ഹൗസിൽ നടന്നതായിട്ട് മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഈ മദുറോയ്ക്ക് 50 മില്യൺ ആണ് പ്രതിഫലം അമേരിക്ക ഓഫർ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും കണക്ഷൻസ് ഈ മയക്കുമരുന്ന് സംഘവുമായിട്ടുള്ള തെളിവ് കൊണ്ടുവന്നാൽ 50 മില്യൺ കൊടുക്കുമെന്ന് നേരത്തെ തന്നെ അമേരിക്കയുടെ ഓഫറുണ്ട്. അതുമാത്രമല്ല നിക്കോളാസ് മദൂര പുടിന്റെയും അതുപോലെ ചൈനയുടെയും ഒക്കെ സഹായം ഈ സൈനിക നീക്കത്തിൽ കണ്ടുകൊണ്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.